ഉത്തര കൊറിയ വൻതോതിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച പെന്റഗണിന്റെ കോണ്ടിനെന്റൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ ഫെബ്രുവരി 13 സെനറ്റിൽ രേഖാമൂലം നൽകിയ സാക്ഷ്യപത്രത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പെന്റഗൺ വക്താവ് അറിയിച്ചു. കിം ജോങ് ഇന്നിന്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ആണവ പേലോഡ് എത്തിക്കാൻ കഴിയുമെന്നും പെന്റഗൺ വക്താവ് ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഇതിന്റെ സോളിഡ് പ്രൊപ്പലന്റ് ഡിസൈൻ നൽകുന്ന കുറഞ്ഞ വിക്ഷേപണ തയ്യാറെടുപ്പ് കാരണം വിക്ഷേപണത്തിന് മുൻപുള്ള മുന്നറിയിപ്പുകൾ നൽകാനുള്ള അമേരിക്കയുടെ കഴിവ് കുറയ്ക്കുമെന്നും അമേരിക്കയുടെ നോർത്തേൺ കമാൻഡിന്റെ തലവനായ എയർഫോഴ്സ് ജനറൽ ഗ്രിഗറി ഗില്ലറ്റ് സെനറ്റാംഡ് ചൂണ്ടിക്കാണിച്ചു. വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഉത്തര കൊറിയയ്ക്ക് ആണവ പേലോഡ് എത്തിക്കാൻ കഴിയുമെന്നും പഴയ മോഡലുകളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തര കൊറിയയുടെ ഹ്വാസ്വാങ് 19 ICBMന്റെ പരീക്ഷണം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നിരുന്നു. അതേസമയം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ഇരുമ്പ് ഡോം ശൈലിയിലുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതിയിലുണ്ട്. പുതിയ മിസൈൽ ട്രാക്കിംഗ് ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളിലൂടെയും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് അവയെ പരാജയപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉൽപാദനവും വിന്യാസവും ത്വരിതപ്പെടുത്താൻ പെന്റഗൺ കഴിഞ്ഞ മാസം ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലും കാലിഫോർണിയയിലെ വോർഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും 40-ലധികം ഗ്രൗണ്ട് അധിഷ്ഠിതമായ ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഉത്തര കൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് കിം ജോങ് ഇന്റെ കീഴിൽ ഉത്തര കൊറിയയുടെ ആണവായുധങ്ങളുടെയും മിസൈൽ ശേഷികളുടെയും വ്യാപനം കിഴക്കൻ ഏഷ്യയിലെയും US മാതൃരാജ്യത്ത് US താൽപര്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയെക്കുറിച്ചുള്ള US നയം പ്രധാനമായും ആണവായുധങ്ങളിലും മിസൈൽ പദ്ധതികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആണവായുധങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച നടത്താൻ നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഉത്തര കൊറിയ വഴങ്ങാൻ വിസമ്മതിച്ചു. 2017 തന്റെ ആദ്യ ഭരണകാലത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ USന്റെ സുരക്ഷയും താൽപര്യവും അപകടത്തിലാക്കിയാൽ ഉത്തര കൊറിയക്കെതിരെ തീയും കോപവും അഴിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. 2018 ജൂണിൽ സിംഗപ്പൂരിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും കിമും 2019 ഫെബ്രുവരിയിൽ വിയറ്റ്നാമിലെ ഹനോയിയിൽ വീണ്ടും കണ്ടുമുട്ടി. ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തി. ആണവ നിരായുധീകരണവും ഉപരോധങ്ങൾ പിൻവലിക്കലും സംബന്ധിച്ച ഇരു നേതാക്കളും ഒരു ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിച്ചു. കിം തന്റെ മുഴുവൻ ആണവ പരിപാടിയും ഉപേക്ഷിക്കുന്നതുവരെ ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ ട്രംപ് വിസമ്മതിച്ചു. 2019 ജൂണിൽ ട്രംപ് ഉത്തര കൊറിയ സന്ദർശിച്ചത് ഒരു ചരിത്ര നീക്കത്തിലൂടെയാണ്. സന്ദർശന വേളയിൽ ഇരു നേതാക്കളും തങ്ങളുടെ ചർച്ചകൾ തുടരുമെന്നും ഒരു ആണവ കരാറിൽ എത്തിച്ചേരാൻ ശ്രമിക്കുമെന്നും ആവർത്തിച്ചു. എന്നിരുന്നാലും ഉത്തര കൊറിയയുടെ ആണവ പരിപാടികളെ അവസാനിപ്പിക്കുന്നതിന് ഈ കൂടിക്കാഴ്ചയ്ക്കും സാധിച്ചില്ല. 2021 ട്രംപ് മാറി ബൈഡൻ എത്തിയതോടെ കിമ്മുമായുള്ള US ഇടപെടൽ പ്രക്രിയ മന്ദഗതിയിലായി. 2022 ഉത്തര കൊറിയ ഒരിക്കലും ആണവ നിരായുധീകരണം നടത്തില്ലെന്ന് കിം വീണ്ടും പ്രഖ്യാപിച്ചു. പിന്നീട് ഉത്തര കൊറിയ ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും പരീക്ഷിച്ചു. അതിൽ ആണവ വാർഹെഡുകൾ വഹിക്കാൻ കഴിവുള്ള ഒന്നിലധികം ICBM പരീക്ഷണങ്ങളും ഉൾപ്പെടുന്നു. പ്യോങ്യാങ്ങിനെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനും USഉം നിരവധി രാജ്യങ്ങളും ഒരുമിച്ച് നിന്നിട്ടും മാറ്റമൊന്നും സംഭവിച്ചില്ല. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉത്തര കൊറിയയെ ഉപരോധിക്കുന്ന നിരവധി പ്രമേയങ്ങളും ഐക്യരാഷ്ട്രസഭ പാസാക്കിയിട്ടുണ്ട്.